മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഹരിയുടെ ആ ഒരു പ്രവൃത്തിയോട് കൂടി തന്നെ രോഹിത് ആകെ പെട്ടിരിക്കുകയായിരിക്കും. ശരണ്യെ ഹരിയും കൂട്ടുകാരും ചേർന്ന് അതിക്രൂരമായി ആക്രമിക്കുന്ന ആ രാത്രിയിലെ സംഭവങ്ങൾ ആരെയും നടക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ രോഹിത് സ്വതവേ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളൊന്നുമല്ല. അവനൊരു പേടിത്തൊണ്ടനാണ്. പക്ഷേ ഹരി എന്ന വില്ലന്റെ കീഴിൽ അവൻ അറിയാതെ അങ്ങ് വീണുപോയി. ഹരിയുടെ കുബുദ്ധിയിലാണ് ശരണ്യെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത്. ഹരിയുടെ സുഹൃത്തുക്കളും അവിടെ നേരത്തെ തന്നെ തയ്യാറായി നിന്നിരുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ ശരണ്യക്ക് മയക്കുമരുന്ന് കലർത്തിയ വെള്ളം നൽകി അവളെ ബോധരഹിതയാക്കി. വീടിനുള്ളിൽ ശരണ്യ ബോധമില്ലാതെ കിടക്കുമ്പോൾ പുറത്ത് രോഹിത് ആകെ വിയർത്ത് കുളിച്ച് നിൽക്കുകയായിരിക്കും. ഈ പെൺകുട്ടിയെ എന്തിനാണ് ഇവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും ഇനി എന്താണ് സംഭവിക്കുക എന്നോർത്തുകൊണ്ട് തന്നെ അവൻ ആകെ ടെൻഷനായിരുന്നു. ഹരി വളരെ തന്ത്രപൂർവ്വമാണ് ശരണ്യെ വശീകരിച്ചുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചിരിക്കുന്നത്. ഹരിയുടെ മറ്റ് രണ്ട് കൂട്ടുകാരും വല്ലാത്തൊരു ലഹരിയിലായിരുന്നു. ഹരി ശരണ്യെ ബലമായ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്റെ സുഹൃത്തുക്കൾക്ക് ഒരു ആംഗ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പാവം ശരണ്യ ഹരിയെ അത്രമാത്രം തന്നെ വിശ്വസിച്ചിരുന്നു. ഹരിയേട്ടൻ എന്റെ കൂടെ തന്നെ ഇരിക്കണേ എന്ന് അവൾ മയക്കത്തിനിടയിലും പറയുമ്പോൾ ആ വിശ്വാസം ഹരി എത്ര ക്രൂരമായിട്ടാണ് ചവിട്ടി മെതിക്കുന്നത് എന്ന് നമുക്ക് ഉടനീളം തന്നെ കാണാം. റൂമിനുള്ളിൽ ശരണ്യെ ബെഡിലേക്ക് കിടത്തിയ ഹരി ക്രൂരമായ ചിരിയോടുകൂടെ അവളുടെ മുഖത്തേക്ക് തലോടുന്നുണ്ട്. അവൻ ആക്രോശിക്കുന്നുണ്ട്. എടി, നീ എന്ത് വിചാരിച്ചു? നിന്നെ ഞാൻ പുന്നരിക്കാനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നോ? അല്ലടി, നിന്റെ ജീവിതം ഇന്ന് ഞങ്ങൾ ആഘോഷിക്കാൻ അങ്ങ് പോവാണ്. കുറെ നാളായി തന്നെ വട്ടം കറക്കുന്ന ശരണ്യയോടുള്ള പക ഹരി അങ്ങ് തീർത്തു കൊടുക്കുകയായിരുന്നു. അപ്പോഴേക്കും മറ്റുള്ളവരും റൂമിലേക്ക് ഇരിച്ചു കയറി വന്നു. അവളുടെ മയക്കം മാറുന്നതിന് മുൻപ് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം തീർക്കണമെന്ന് പറഞ്ഞ് അവരെങ്ങനെ തിടുക്കം കൂട്ടി. ഹരി ഇടയ്ക്കിടയ്ക്ക് രോഹിത്തിനെ അന്വേഷിക്കുന്നുണ്ട്. മുറിക്ക് പുറത്ത് പേടിച്ച് നിൽക്കുന്ന രോഹിത്തിനെ അവർ നിർബന്ധിച്ച് അകത്തേക്ക് വലിച്ചു കയറ്റി. രോഹിത്തിന്റെ കൈയും കാലുമെല്ലാം തന്നെ വിറക്കുന്നുണ്ടായിരുന്നു. എടാ വേണ്ടടാ, എനിക്ക് വയ്യടാ, ഞാൻ പോവാണ് എന്ന് രോഹിത് കരഞ്ഞു പറഞ്ഞിട്ടും ഹരി അവനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഹരി ഭീഷണിപ്പെടുത്തിയിട്ട് രോഹിത്തിനെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. നീ പോയാൽ പിന്നെ നീയും ഈ കേസിൽ കുടുങ്ങുമെന്ന് ഹരി പറഞ്ഞ് അവനെ മാനസികമായി അങ്ങ് തളർത്തി കളഞ്ഞു. ശരണ്യയുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റുന്ന ആ ഒരു ദൃശ്യങ്ങൾ ശരിക്കും പ്രേക്ഷകരുടെ നെഞ്ചു പൊളിക്കുന്നത് തന്നെയായിരിക്കും. ഇന്നത്തെ സമൂഹത്തിൽ പല പെൺകുട്ടികളും അനുഭവിക്കുന്ന ക്രൂരതയുടെ നേർചിത്രമായി ഈ രംഗം മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് വെറും ഒരു സീരിയലാണെന്ന് പോലും നാം മറന്നുപോകുന്ന രീതിയിലാണ് അതിന്റെ ചിത്രീകരണം. രോഹിത്തിനോട് ആ ക്രൂരതയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹരി നിർബന്ധിച്ചു. മനസ്സില്ലാ മനസ്സോടു കൂടെ തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണ് കയ്യിലെടുത്തുവെങ്കിലും രോഹിത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അവനൊരു ഭ്രാന്തനെ പോലെ തന്നെ അവിടെ ഇന്നിങ്ങനെ പുറത്തേക്ക് അങ്ങ് ഓടുകയാണ്. ഭൂമി മൊത്തം കറങ്ങുന്നതായിട്ട് അവന് അനുഭവപ്പെട്ടു. ശരണ്യെ തൊടാൻ പോലും രോഹിത്തിനാവില്ലായിരുന്നു. അവൻ നേരെ ബൈക്കെടുത്ത് അവിടെ നിന്നും പാഞ്ഞുപോയി. എന്നാൽ ഹരിയും കൂട്ടുകാരും ആ പെൺകുട്ടിയെ മൃഗീയമായി തന്നെ പീഡിപ്പിച്ചു. സമയം പുലർച്ചെയായപ്പോൾ ശരണ്യ ബോധം തെളിഞ്ഞാതെ അങ്ങനെ കിടക്കുന്നത് കണ്ട് അവർ ഭയന്നു. എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്നും ഒഴിവാക്കണം. പകൽ സമയത്ത് അവളെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കാണും. ഹരി രോഹിത്തിനെ വിളിച്ചുവെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല. ഒടുവിൽ ഇരുട്ടിയ ശേഷം അവർ ശരണ്യയെ ഒരു വിജനമായ വഴിയിൽ ഉപേക്ഷിച്ചു. നാട്ടുകാർ അതെല്ലാം കണ്ട് ആംബുലൻസ് വിളിച്ചുകൊണ്ടാണ് അവളെ നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഭയങ്കരമായ ബ്ലീഡിങ്ങും പരിക്കുമായി ശരണ്യ മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിലാണ് ഹോസ്പിറ്റലുള്ളത്. ഇതേസമയം വീട്ടിലേക്ക് എത്തിയ ഹരി ആകെ തളർന്നിരിക്കുകയായിരിക്കും. വണ്ടി സ്റ്റാൻഡ് ഇടാൻ പോലും പറ്റാത്ത അത്രയും അധികം മദ്യപിച്ചുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ബൈക്ക് മറിഞ്ഞു വീഴുന്നത് കണ്ട് അലീന അങ്ങോട്ടേക്ക് ഓടി വന്നു. രോഹിത്തിന്റെ കോലം കണ്ട് അവൾക്ക് വല്ലാത്തൊരു അപകടം മണത്തിരുന്നു. എന്തു പറ്റി രോഹിത്തെ എന്ന് അലീന ചോദിക്കുമ്പോൾ അവൻ അവളെ അങ്ങനെ ആട്ടിയകറ്റിയാണ്. തന്റെ മുറിയിലേക്ക് കയറി പോകുന്ന രോഹിത്തിനെ തടയാൻ നോക്കിയ കൃഷ്ണയോടും അവൻ വല്ലാതെ തട്ടിക്കയറുന്നുണ്ട്. ഹരിയുടെ കൂടെ പോയിട്ടാണ് നീ നശിച്ചത് എന്ന് കൃഷ്ണമോള് പറയുമ്പോൾ അവളോടും അവൻ ക്രൂരമായി തന്നെ പെരുമാറി. മുകളിലെ മുറിയിലേക്ക് എത്തിയ രോഹിത് ഒരു വരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവന് തന്റെ മുഖം കാണാൻ പോലും അറപ്പ് തോന്നി. ശരണ്യയുടെ നിലവിളികൾ അവന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അവൻ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. മുറിക്കുള്ളിലെ സാധനങ്ങളെല്ലാം അവൻ തല്ലി തകർക്കാണ്. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന അലീന കണ്ടത് ഒരു മൂലയിൽ ഭയന്നു വിറച്ചിരിക്കുന്ന രോഹിത്തിനെയാണ്. അലീന അധികാരത്തോടു കൂടെ തന്നെ അവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ നിന്റെ ചേച്ചിയാണ് രോഹിത്, നിനക്ക് എന്ത് പറ്റിയെന്ന് നീ എന്നോട് പറയണമെന്ന് അവൾ നിർബന്ധിച്ചു. ആദ്യമൊക്കെ അതിനെ എതിർത്ത് രോഹിത് അലീനയുടെ സ്നേഹത്തിന് മുന്നിൽ അങ്ങ് തകർന്നുപോയി. അവൻ അലീനയുടെ കാല് പിടിച്ച് ഉറക്കെ അങ്ങ് കരഞ്ഞു. ചേച്ചി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഹരി എന്നെ ചതിച്ചു, എന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് അവളുടെ മുന്നിൽ ഇങ്ങനെ യാചിക്കുകയായിരുന്നു. താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും പക്ഷേ ഹരിയുടെ കൂടെ പോയത് വലിയ തെറ്റായി പോയി എന്നും അവൻ ആ കുറ്റമങ്ങ് ഏറ്റുപറഞ്ഞു. അലീനയും കൃഷ്ണമോളും ഇത് കേട്ട് ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. രോഹിത്തിനെ ഈ കുരുക്കിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് അലീന അവന് വാക്ക് നൽകി. രോഹിത് അലീനയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആ ഒരു നിമിഷം മുതൽ മഴതോരും മുൻപേ എന്ന സീരിയൽ അത്യധികം നാടകീയമായ ഒരു വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്.
രോഹിത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ തന്റെ പക്കലുണ്ടായിരുന്ന ഫോണ് വിറക്കുന്ന കൈകളോടുകൂടി തന്നെ അലീനയ്ക്ക് നേരെ നീട്ടി. അതിൽ ഹരിയും കൂട്ടരും ശരണ്യയോട് ചെയ്ത ക്രൂരതകളുടെ ദൃശ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് കണ്ട് അലീനയും കൃഷ്ണമോളും ആകെ മരവിച്ച് നിന്നുപോയി. ഞാൻ തടയാൻ നോക്കിയതാണ് ചേച്ചി, പക്ഷേ ഹരി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാനും ഇതിൽ പ്രതിയാണെന്ന് പറഞ്ഞ് അവൻ എന്നെ കുടുക്കി. രോഹിത്തിന്റെ വാക്കുകളിൽ പശ്ചാത്താപം നിറഞ്ഞു നിന്നിരുന്നു. താൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചത് ഇങ്ങനൊരു ദുരന്തത്തിൽ അവസാനിപ്പിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇതേ സമയം മറുഭാഗത്ത് ശരണ്യ പ്രവേശിച്ച ഹോസ്പിറ്റലിൽ വലിയ ബഹളമായിരുന്നു. ഡോക്ടർമാർ അവളുടെ നില അതീവ ഗുരുതരമാണെന്ന് അറിയിച്ചു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അവൾ ശ്വസിക്കുന്നത്. ശരണ്യയുടെ വീട്ടുകാർ വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയെത്തി. അവളുടെ അച്ഛന്റെ നിലവിളി ആശുപത്രി ഇടനാഴികളെ പ്രകമ്പനം കൊള്ളിച്ചു. പോലീസ് ഇൻസ്പെക്ടർ അവിടെ എത്തിയിട്ട് പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ശരണ്യയുടെ വസ്ത്രങ്ങളിൽ നിന്നും ശരീരത്തിൽ നിന്നും കിട്ടിയ തെളിവുകൾ ഒരു ക്രൂരമായ ബലാത്സംഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പോലീസ് ഉറപ്പിച്ചു. ഇതേ സമയം ബാലചന്ദ്രൻ വീട്ടിലേക്ക് പാഞ്ഞെത്തി. രോഹിത്തിന്റെ അവസ്ഥ കണ്ട് അയാൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിരുന്നു. അലീന ഫോണിലെ ദൃശ്യങ്ങൾ അച്ഛനെ കാണിച്ചു കൊടുത്തു. ബാലചന്ദ്രൻ ആ ഒരു ദൃശ്യം കണ്ടിട്ട് ഒരു നിമിഷം തളർന്നുപോയി. സ്വന്തം മകൻ ഇത്രയും വലിയൊരു പാപത്തിന് സാക്ഷിയായി എന്നത് അയാളെ ശരിക്കും അങ്ങ് തളർത്തി കളഞ്ഞു. എങ്കിലും അലീന തളർന്നില്ല. അച്ഛാ, രോഹിത് ചെയ്തത് തെറ്റാണ്, പക്ഷേ അവൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അവനെ ഹരി കുടുക്കിയതാണ്. ഈ സത്യം നമുക്ക് പോലീസിനോട് പറയണം. രോഹിത് മാപ്പ് സാക്ഷിയാവട്ടെ, പക്ഷേ ആ ഹരിയെ വെറുതെ വിടരുത്. അലീനയുടെ വാക്കുകളിൽ ഒരു പോരാളിയുടെ കരുത്തുണ്ടായിരുന്നു. ഇതേ സമയത്തും ഹരിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ ഹരിയും കൂട്ടുകാരും നഗരം വിടാനുള്ള പ്ലാനിലായിരുന്നു. രോഹിത് സത്യം പറയുമോ എന്ന പേര് ഹരിക്കുണ്ടായിരുന്നു. ആ രോഹിത്തിനെ അങ്ങ് തീർത്തു കളയണം. സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവൻ ഏതായാലും ഇനി വെറുതെ ഇരിക്കില്ല എന്ന് ആ മുടിയനായ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഹരി ഒരു കൊടും ചതി കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ കുറ്റവും രോഹിത്തിന്റെ തലയിലങ്ങ് കെട്ടിവെക്കാനുള്ള തെളിവുകൾ അവരങ്ങനെ ഉണ്ടാക്കി തുടങ്ങി. അന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ അലീനയുടെയും ബാലചന്ദ്രന്റെയും തീരുമാനപ്രകാരം രോഹിത് പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ അവർ സ്റ്റേഷനിലേക്ക് തിരിക്കും മുൻപ് തന്നെ പോലീസ് വീട് വളഞ്ഞിരുന്നു. ഹരി നേരത്തെ തന്നെ പോലീസിനെ വിളിച്ച് രോഹിത്താണ് ശരണ്യെ തട്ടിക്കൊണ്ടുപോയത് എന്ന് കള്ളം പറഞ്ഞു. രോഹിത്തിനെ പോലീസ് ബലമായി ജീപ്പിലേക്ക് കയറ്റി. അലീനയും കൃഷ്ണമോളും തടയാൻ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. ഞാൻ നിന്നെ പുറത്തിറക്കിയിരിക്കും രോഹിത്, ആ ഹരി അനുഭവിക്കും എന്ന് അലീന ഉറച്ച സ്വരത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഹരിയെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയതോടുകൂടി തന്നെ ബാലചന്ദ്രനും അലീനയും എല്ലാവരും ആകെ തകർന്നു പോവാൻ. പക്ഷേ സത്യം ഏതായാലും അലീന കണ്ടെത്തും. അലീനയും ഹരിയും തമ്മിൽ നേരിടുന്ന ആ ഒരു യുദ്ധമായിരിക്കട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ശരണ്യക്ക് ബോധം തെളിഞ്ഞ് മൊഴി നൽകുമോ എന്നും രോഹിത്തിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.